ഹലോ ഫ്രണ്ട്സ്, ശ്രീനിക്ക് ഓഫ് ആയതുകൊണ്ട് നമ്മളൊന്ന് കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചു. ബാൽബ്രിഗാൻ ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. ബീച്ചിലേക്ക് പോകാനായിട്ട് ആദ്യം ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് എത്തി. കുറച്ചു നേരം നമ്മൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തു. നമ്മുടെ ആഗ്രഹം പോലെ തന്നെ ഒരു ഡബിൾ ഡെക്കർ ബസ്സാണ് വന്നത്. ഞങ്ങൾ ബസ്സിൻ്റെ ഏറ്റവും ഫ്രണ്ട് സീറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ ആ വ്യൂ എല്ലാം നന്നായിട്ട് അങ്ങോട്ട് ആസ്വദിച്ചു. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി ബീച്ചിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ടണലിൻ്റെ അടിയിൽ കൂടാണ് പോകുന്നത്. ബീച്ചിലേക്ക് എത്തുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കാണുന്നത് ഈ ബോർഡാണ്. ആ ബോർഡിൽ കുറേ ബേർഡ്സിൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. നമ്മളതെല്ലാം വായിച്ചു നോക്കി. അത് ഓരോ സീസണിൽ അവിടെ വരുന്ന ബേർഡ്സിനെ പറ്റിയിട്ടാണ് അതിലുണ്ടായിരുന്നത്. ഇതെല്ലാം വായിച്ച ശേഷം നമ്മൾ അവിടുന്ന് വേറൊരു സ്പോട്ടിലോട്ട് പോയി. അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ജാക്കറ്റൊക്കെ ഊരി പിന്നെയും ഫോട്ടോസ് എടുത്തു. അവിടെ നിന്ന് നമ്മൾ ആ വ്യൂ എല്ലാം ഇങ്ങനെ ആസ്വദിച്ചു. നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ രണ്ട് പിള്ളേർ അവിടെ നിന്ന് കക്കയൊക്കെ പെറുക്കുന്നുണ്ട്. കക്കയാണോ ഞണ്ടാണോ എന്നറിയത്തില്ല. എന്തായാലും അവിടെ പോയി നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളും അങ്ങോട്ട് നടന്നു. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവിടെ കക്കയെ കണ്ടില്ല, ഞണ്ടും കണ്ടില്ല. കുറച്ച് പാറക്കല്ലുകൾ മാത്രം കണ്ട്. ഞങ്ങൾ പിന്നെ അതൊക്കെ പെറുക്കി വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ അങ്ങ് എടുത്ത്. നമ്മൾ നിന്ന സ്പോട്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ലൈറ്റ് ഹൗസ് ഒക്കെ കാണുന്നുണ്ടായിരുന്നു. വെള്ളം ഇങ്ങനെ കയറി വരുമ്പോൾ ശ്രീനി പറയുന്നുണ്ടായിരുന്നു ലോ ടൈഡ് ഹൈ ടൈഡ് എന്നൊക്കെ. എന്താണെന്നൊന്നും മനസ്സിലായില്ല. എന്നാലും ഞാൻ അവിടെ പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. പോസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ നന്നായി ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. നല്ല കാറ്റുണ്ടായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു. അതിന് കൂടെ ഷോർട്സ് കൂടെ ആയപ്പോൾ നമ്മൾ നന്നായിട്ട് ക്ഷീണിച്ച്. ഇനി എന്തെങ്കിലും കുടിക്കാതെ ഒരടി പോലും നടക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്നു. ശ്രീനി പറഞ്ഞു ഇവിടുന്ന് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ കോഫി കുടിക്കാൻ പോകാം. അങ്ങനെ ഞാൻ വലിഞ്ഞ് മുകളിലേക്ക് കയറി. മുകളിലേക്ക് കയറുമ്പോഴാണ് ഞാൻ അറിഞ്ഞത് അവിടെ നിറയെ മുള്ളുകളുണ്ടായിരുന്നു. എൻ്റെ കാലിൽ മുള്ളെല്ലാം കുത്തി കയറുന്നുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ വലിഞ്ഞ് ഞാൻ മുകളിലെത്തി. മുകളിലെത്തുമ്പോഴാണ് ഞാൻ അറിയുന്നത് ശ്രീനി ഇതൊക്കെ വീഡിയോ എടുക്കാമെന്ന്. കോഫി ഷോപ്പിലേക്ക് അവിടുന്ന് കുറേ നടക്കാനുണ്ടായിരുന്നു. നടന്നു പോകുന്ന വഴിക്ക് ഞാൻ ആ വ്യൂ ഒക്കെ ആസ്വദിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അവസാനം നമുക്ക് കോഫി കിട്ടി ഗൈസ്. ശരിക്കും ആ തണുപ്പത്ത് ആ കോഫി അവിടെ നിന്ന് കുടിക്കുമ്പോൾ നല്ല സുഖമാണ്. അതിൻ്റെ കൂടെ ആ വ്യൂ. കോഫി എല്ലാം കുടിച്ച് നമ്മൾ ഫുൾ എനർജറ്റിക്കായി പിന്നെയും നടക്കാൻ തുടങ്ങി. അവിടുത്തെ ഏറ്റവും രസമുള്ള ഒരു വ്യൂയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതൊരു ഫോർട്ടാണ്. നമ്മൾ അവിടെ ചാരി ഇരുന്ന് പിന്നെയും കുറച്ച് പോസൊക്കെ ഇട്ട് ഫോട്ടോസൊക്കെ അങ്ങ് എടുത്തു. ഫോർട്ടിൻ്റെ അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ രണ്ട് പിള്ളേർ ഒരു മഞ്ഞ ബെഞ്ചിലിരിക്കുന്നു. മഞ്ഞ നമുക്ക് പണ്ടേ വീക്ക്നെസ് ആണല്ലോ. എനിക്ക് എങ്ങനെയും ആ ബെഞ്ചിലിരിക്കണമെന്ന് തോന്നി. ഞങ്ങൾ ആ പിള്ളേർ പോകാനായിട്ട് അവിടെ വെയിറ്റ് ചെയ്തു. നല്ല തണുപ്പുണ്ടായിരുന്നു ഗൈസ്. കാത്തിരിപ്പിനൊടുവിൽ ആ പിള്ളേർ പോകുന്നു, ഞങ്ങൾ അങ്ങോട്ടേക്ക് ഓടുന്നു. അവിടെ ഇരുന്ന് ഞങ്ങൾ പിന്നെ ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുത്തു ഗൈസ്. അവസാനം ഞങ്ങൾ ക്ഷീണിച്ചവിടെ കുത്തിയിരുന്നു. നിങ്ങൾക്ക് ഈ ബീച്ചിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്.